ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെനസ്ഡേ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം ഞാൻ ഫുൾ സെറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, മുടിയെല്ലാം ഒതുക്കി. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, ഫേസാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ ഒരു ഫേഷ്യൽ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി ആ എല്ലാ സ്റ്റെപ്പും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ ഒരു സിമ്പിൾ കൊറിയൻ ഫേഷ്യൽ എന്നാണ് പറയുന്നത്. കൊറിയൻ സ്റ്റൈൽ ഒരു ഫേഷ്യൽ. ഈ കൊറിയൻ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മാനങ്ങളുണ്ട്, അത് പല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതിനൊരു ബേസിക്കായിട്ട് ഒരു ഗ്ലാസ് ഫിനിഷ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. കൊറിയൻ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷെ നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് സ്കിന്നിന് വളരെ വളരെ ഗുണം ഉള്ള ഒരു കാര്യം കൂടി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അത് പ്രധാന ഇൻഗ്രീഡിയൻ്റ് അതാണ്. അതായത് കൊറിയൻ ഫേഷ്യൽസിൽ അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ കെയർ റുട്ടീനിൽ വരുന്ന ഒരു പ്രധാന കാര്യമാണ് റൈസ് വാട്ടർ. അതായത് രണ്ട് തരം റൈസ് വാട്ടർ. ഒന്നെന്ന് പറഞ്ഞാൽ അരി കുതിർത്ത് എടുക്കുന്ന വെള്ളം, അതുപോലെ സെക്കൻഡ് കാറ്റഗറി അരി വേവിച്ച വെള്ളം, കഞ്ഞിവെള്ളം. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് വെള്ളവും ഫെർമെൻറ്റ് ചെയ്തിട്ടും അവർ ഉപയോഗിക്കാറുണ്ട്. ഫെർമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ചിട്ടും ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടാണ് ഇപ്പോൾ ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. എന്താണ് റൈസ് വാട്ടർ, ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ഇവിടെ നമുക്കിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലെല്ലാം നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ, നമുക്കെപ്പോഴും കഞ്ഞിവെള്ളമുള്ള വീടല്ലേ എല്ലാ വീടുകളിലും. റൈസ് നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. അതിപ്പോൾ വൈറ്റ് റൈസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ചമ്പാവരി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് തന്നെയാണ്. ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കതിൻ്റെ വാട്ടർ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് ചെയ്യുന്നത്. ഇത് ഫെർമെൻറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഫെർമെൻറ്റഡ് ആണ്. 100% ആണോ എന്ന് വെച്ചാൽ അല്ല. ഞാനിപ്പോൾ രാത്രിയാണ് ഈ ഫേഷ്യൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പകലുണ്ടാക്കിയ കഞ്ഞിയുടെ വെള്ളം, അതായത് ചോറുണ്ടാക്കിയ വെള്ളമാണ്. അതിൽ നിന്നും ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ളത് വേണമെന്നില്ല, കുറച്ച് ഒരു സെമി ആ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കളഞ്ഞു പോകാണ്ടിരിക്കാൻ വേറൊരു കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മസാജ് കൊടുക്കാം. ഓക്കെ, ആ മസാജ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു പാക്കിടാം. ഇത് രണ്ട് കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു മോയ്സ്ചറൈസിങ്, ഒരു ടോണറായിട്ട് നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാര്യം ചെയ്യും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു നല്ലൊരു മസാജ് ക്രീം ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് വാട്ടർ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫെർമെൻറ്റഡ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളമാണ്, പക്ഷേ ഈവനിങ് രാത്രിയായപ്പോൾ കുറച്ചൊരു ഫെർമെൻറ്റേഷൻ ഉണ്ട്. ഇതിന് നാളെ ചെയ്താലും കുഴപ്പമില്ല, ഇത് കുറച്ചുകൂടി പുളിപ്പിച്ചിട്ട് ചെയ്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും 2-3 കാര്യം. അതായത് ഇത് ഞാനൊന്ന് കലക്കാൻ പോകണു. ഇതിങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടിഭാഗത്തുനിന്നുള്ളതും കൂടി ചേർന്ന് അത്യാവശ്യം കൊഴുപ്പുള്ളൊരു കഞ്ഞിവെള്ളം കുറച്ചെടുക്കാം, ഒരുപാട് വേണ്ട. നമുക്കൊരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, മസാജ് ക്രീം. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് അലോവേറ ജെൽ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം കൂടി വേണം. അപ്പോൾ ടോട്ടൽ ഒരു 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് അലോവേറ ജെൽ എടുക്കും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് മാറും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് അലോവേറ ജെൽ പ്ലസ് കഞ്ഞിവെള്ളം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടി ചേർക്കാം. വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറഞ്ഞിങ്ങനെ നമുക്ക് ഓൺലൈൻ വാങ്ങണമെങ്കിൽ വാങ്ങാം. പ്യുവർ വൈറ്റമിൻ ഇ ഓയിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിതുണ്ട്. ഓക്കെ, ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ എളുപ്പത്തിനാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്സ് വാങ്ങിക്കും. ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്. അത് പച്ച നിറത്തിലുമുണ്ട്, ഗോൾഡൻ കളറിലുമുണ്ട്. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് മേടിച്ചിട്ട് അതിൽ നിന്ന് 2 ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതിലിങ്ങനെ നമ്മൾ പിന്നോട്ട് കുത്തിയിട്ട് അതിനകത്തുനിന്ന് ഓയിൽ എടുത്താലും മതി. ഇതിപ്പോൾ അല്ലാണ്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ, ഓക്കെ, 1/2 ടീസ്പൂൺ എടുക്കുക. 1/2 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ ആയാലും മതി. നമുക്കൊരു 2 ക്യാപ്സ്യൂളിനുള്ള അത്രയും ഓയിൽ. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് പറയുന്ന കാര്യമാണ് വൈറ്റമിൻ ഇ എന്താണ് നമുക്ക് സ്കിന്നിന് ചെയ്തു തരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഇ
അലോവേറ അഗെയിൻ എക്സലൻസ് സാധനമാണ്. പിന്നെ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്ന റൈസ് വാട്ടർ, അത് ഏത് ഫോമിലാണെങ്കിലും ഫെർമെൻറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഫെർമെൻറ്റഡ് ആയ കുറച്ചുകൂടി ഇഫക്റ്റ് കൂടുകയുള്ളൂ. ഏത് കാര്യത്തിനാണെങ്കിലും അത് ഭയങ്കര നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നല്ലതാണ് സ്കിന്ന് റിജുവിനേറ്റ് ചെയ്തെടുക്കും, റിങ്കിൾ ഫ്രീ ആക്കി തരും, നല്ല സ്മൂത്ത് ഗ്ലോയി സ്കിന്നാക്കി മാറ്റും, ഭയങ്കര യൂത്ത്ഫുൾ സ്കിന്നാക്കി എടുക്കും, ഫേം ചെയ്യും, നമ്മുടെ സ്കിന്നിനെയൊക്കെ നല്ലതായിട്ട് എന്താ പറയുക ഫേംനെസ് ഉണ്ടാക്കും, അതായത് ഇങ്ങനെ സാഗ് ചെയ്യാതെ സഹായിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈറ്റമിൻ ഇക്ക്. അതുപോലെ തന്നെയാണ് കഞ്ഞിവെള്ളം, യൂത്ത്ഫുൾ സ്കിന്നാക്കും, കുറച്ചുകൂടെ ആൻറ്റി ഏജിങ് ആണ് കഞ്ഞിവെള്ളമൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും മുഖത്ത് കുറച്ച് കഞ്ഞിവെള്ളം വെറുതെ എടുത്തിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ അല്ലാണ്ടൊരു ഫേഷ്യൽ പോലെ തന്നെ ചെയ്യാൻ പോകും. അപ്പോൾ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, അലോവേറ ഉണ്ട്. അലോവേറ ഈസ് അഗെയിൻ ഭയങ്കര സൂത്തിങ് പ്രോപ്പർട്ടീസാണ്. എൻ്റെ മുഖം ക്ലീൻ ഫേസാണ്, കണ്ണ് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ കുറച്ച്, അതുമാത്രം ഞാൻ മാറ്റിയിട്ടില്ല. ബാക്കി മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ കണ്ണ് എഴുതിയത്. ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ക്ലീൻ ഫേസ് ആയിരിക്കണം. നമ്മളെപ്പോഴും ഫേഷ്യൽസോ എന്തെങ്കിലും മസാജോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫേസ്. ഇത് കൂടുതലുണ്ട് കേട്ടോ, ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ബാക്കി വരികയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി, ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇനി ചെയ്യുന്ന ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ കഴുത്തിലും കൂടി ചെയ്യുക. ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ മസാജ് ചെയ്യാം. നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ നല്ലതായിട്ട് റിജുവിനേറ്റഡ് ആകും. ഈ ഫിംഗർ ടിപ്സ് കൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഈ മസാജ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴും സ്ട്രോക്സ് അപ്വേർഡ് മൂവ്മെൻറ്റ്സ് ആണ് കൊടുക്കുന്നത് മസാജൊക്കെ ചെയ്യുമ്പോൾ. നമ്മൾ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്ന അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇതിങ്ങനെ ഭയങ്കര എന്താ പറയുക സിൽക്കി ആയിട്ടിങ്ങനെ നല്ല രസമാണ്, സുഖമാണ്, ഭയങ്കര ഇഫക്റ്റീവായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. അപ്പോൾ ഇച്ചിരി ഒന്ന് കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുമ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ പിടിച്ചിട്ട് കുറഞ്ഞു വരും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി എടുക്കുക. നല്ല സുഖം. മസാജസ് ആർ ഓൾവേസ് ഭയങ്കര എന്താ പറയുക റിലാക്സിങ് എക്സ്പീരിയൻസ് ആണ്. 2 കൈ കൊണ്ട് വേണമെങ്കിലും ഒരേ സമയം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല. അപ്പോൾ 10 മിനിറ്റ്സ് ഓഫ് കണ്ടിന്യൂസ് മസാജ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുവാണേ. ഈ ഭാഗമൊക്കെ ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിക്കണം. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലാഫ് ലൈൻ അങ്ങനത്തെ കാര്യങ്ങളില്ല. ഇങ്ങനെ എപ്പോഴും ചിരിക്കുന്നവർക്ക് ലാഫ് ലൈൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെല്ലാം എങ്ങനെ കുറയ്ക്കാൻ പറ്റും ചേച്ചി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുള്ളൂ, നമ്മൾ എക്സസൈസ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇങ്ങോട്ട് വലിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ ലാഫ് ലൈന് കുറച്ച് കുറഞ്ഞു കിട്ടും. അത് എല്ലാ ദിവസവും ചെയ്യണം, ഒരു ദിവസം മാത്രമല്ല, എവ്രി ഡേ ഇങ്ങനൊരു മസാജ്. ഈ മസാജ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫേഷ്യൽ മസാജ്. അത് നമുക്ക് ഓയിൽ വെച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഏതെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഹോഹോബോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ചേരുന്ന ഓയിൽ വെച്ച് ചെയ്യാം. അതെങ്കിൽ ബട്ടർ വെച്ച് ചെയ്യാം, നെയ്യ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഞാനിപ്പോൾ ഇത് നമ്മുടെ ഒരു മസാജ് ക്രീമാണ്. അതുപോലെയുള്ള ക്രീംസ് വെച്ചാണെങ്കിലും ഡെയിലി ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ഈ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം. ഞാൻ സ്പൂൺ മസാജ് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഫേസിൽ നല്ലെണ്ണ വെച്ചിട്ടുള്ള മസാജ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സെയിം മൂവ്മെൻറ്റ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ സ്ട്രെച്ചായി നല്ല ടൈറ്റൻഡായിട്ട് വരും. അപ്പോൾ മുഖത്ത് വരകൾ കുറയും, ഈ എന്താണ് ലാഫ് ലൈൻസൊക്കെ കുറഞ്ഞു കിട്ടും. ഞാനെല്ലാം എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല, ഇങ്ങനെ എന്ന് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാഫ് ലൈൻസ് കൂടുതൽ വരേണ്ട സമയമായി. പക്ഷേ എങ്ങനെ കുറച്ചുകൂടെയൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്കത് അത്ര പെട്ടെന്ന് വരുന്നില്ല എന്ന് മാത്രം. ഇപ്പം നോക്കിയാൽ കുറേ നേരം മസാജ് ചെയ്തപ്പോൾ ഇപ്പം നമ്മുടെ സ്കിന്ന് കുറേ കാര്യങ്ങളൊക്കെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വീണ്ടും കുറച്ചുകൂടി എടുത്തിട്ട് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം വീണ്ടും നമ്മുടെ മസാജ് ക്രീം എടുക്കുന്നു, നന്നായിട്ട് മസാജ് ചെയ്യുന്നു. അപ്പോൾ ഇത് കഴുത്തിൻ്റെ ഭാഗത്തും കൂടി സാധാരണഗതിയിൽ ചെയ്യണം. അപ്പോൾ കഴുത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ജോ ലൈനൊക്കെ പിടിച്ച് ഇങ്ങനെ
ചെയ്യുക. അതെല്ലാം നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് കുറച്ചുകൂടി നന്നായിട്ട് ഡബിൾ ചിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ജോ ലൈൻ പിടിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം നന്നായിട്ട് കൂടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിച്ചി കൊടുക്കുന്ന പോലെ, ഇങ്ങനെ പോലെ കിള്ളി കൊടുക്കുക പറയില്ലേ, പിച്ചി കൊടുക്കുക, അതുപോലെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ഓക്കെ, ചെറിയ ആക്ഷൻസ്. അപ്പോൾ 10 to 15 മിനിറ്റ്സ് ഓഫ് മസാജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെ വൈറ്റമിൻ ഇയും പിന്നെ അലോവേറയുടെ ഗുണങ്ങളും വൈറ്റമിൻ ഇയുടെ ഗുണങ്ങളും പ്ലസ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ റൈസ് വാട്ടറിൻ്റെ ഗുണങ്ങളും നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ്, റിങ്കിൾ ഫ്രീ, നല്ല ചെറുപ്പമുള്ള, യൂത്ത്ഫുൾ ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആൻഡ് എന്താ പറയുക, ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് ആയിട്ടുള്ള ഇഫക്റ്റ് എല്ലാം കിട്ടും. അപ്പോൾ അത് ഏത് കളറുള്ള ആൾക്കാർക്കും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റനിങ് എന്നൊക്കെ പറയുമ്പോൾ വൈറ്റനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ എന്താണോ അതിനെ കുറച്ചുകൂടി ഒന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മുടെ ഒറിജിനൽ സ്കിൻ ടോൺ എന്താണോ ആ സ്കിൻ ടോൺ കിട്ടും. കാര്യം വർഷങ്ങളായി നമ്മൾ നമ്മുടെ ഈ സ്കിന്ന് കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ കുറേ ഡെഡ് സ്കിന്നൊക്കെ പോകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുപാട് അന്തരീക്ഷത്തിൻ്റെ പൊല്യൂഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പൊല്യൂഷൻ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക, ഈ ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, UV റേസ്, സൺറേസ്, ഇതെല്ലാം കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കുഴപ്പം കൊണ്ടും ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ, ടോക്സിൻസ് കടന്നു കയറാറുണ്ട്. അപ്പോൾ അതെല്ലാം പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിപ്പോൾ മുഖത്ത് പോസുള്ള ആൾക്കാർക്കും ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ പോസുള്ള മുഖത്ത് പിമ്പിൾസ്, കാര മുതലായ കാര്യങ്ങളും പോസുള്ള ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത മസാജ് ചെയ്യുന്നതിന് മുന്നേ മുഖം ഒന്ന് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കഞ്ഞിവെള്ളം തിളപ്പിച്ചിട്ട് ആ ഒരു സ്റ്റീമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, റൈസ് വാട്ടറിൻ്റെ ഇതിപ്പോൾ ഈ ഫേഷ്യൽ ആയതുകൊണ്ട് ആ റൈസ് വാട്ടർ തിളപ്പിച്ചിട്ട് അതിങ്ങനെ തലയിൽ കൂടി തുണി ഇട്ടിട്ട് ഇങ്ങനെ ആ ചൂട് റൈസ് വാട്ടറിൻ്റെ ആവി ഇങ്ങനെ മുഖത്ത് കൊള്ളുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പോസൊക്കെ ഓപ്പൺ ആകും. അത് കഴിഞ്ഞിട്ട് ക്ലിയറിങ് അപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വൈറ്റ് ഹെഡ്സും ഇങ്ങനെ ഈ ഭാഗത്തൊക്കെയുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ട്, സ്ക്രബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരിപ്പൊടി തന്നെ തരിയോട് കൂടിയുള്ള അരിപ്പൊടി എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് അത് ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഈ ഇളകിയിരിക്കുന്ന ഓപ്പണായിരിക്കുന്ന പോസിൽ നിന്നും പുറത്തേക്ക് വരുന്ന വൈറ്റ് ഹെഡ്സും ചെറിയ കാരകളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് വരും. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പോസ് ഒന്ന് ചെറുതായിട്ട് അടയ്ക്കണം. അതായത് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഒരു പ്രാവശ്യം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഐസ് വാട്ടർ കൊണ്ടൊന്ന് വാഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ക്ലിയറിങ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ സ്ക്രബൊക്കെ ചെയ്ത് അപ്പോൾ പോസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ മസാജ് ചെയ്താൽ മതി. ഈ മസാജ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പാക്കും കൂടി ഇടുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോൾ കംപ്ലീറ്റ് സ്കിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എക്സസൈസൊന്നും ഇല്ല, കണ്ടല്ലോ, കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. കംപ്ലീറ്റ് സ്കിന്ന് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ഷൈനിങ് മാത്രമേ ഉള്ളൂ സ്കിന്നിന്. ഫിനിഷ്ഡ്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റിൻ്റെ മസാജാണ് ചെയ്ത് കാണിച്ചത്. നിങ്ങളത് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ മസാജ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇനി ഞാനൊരു പാക്ക് ഇടാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇനിയാണ് അടുത്ത നമ്മുടെ പാക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല. ഇതിൽ ജസ്റ്റ് റൈസ് ഫ്ലവർ, അരിപ്പൊടിയും, ഇത് നല്ല ഫൈനായിട്ടുള്ള പൗഡർ, പുട്ടിൻ്റെ പൊടി പോലത്തെ അല്ല, നല്ല എന്താ പറയുക, അപ്പത്തിൻ്റെ പൊടിയൊക്കെ പോലെയുള്ള റൈസ് ഫ്ലവർ, അതും അതിനോടൊപ്പം നമ്മുടെ റൈസ് വാട്ടർ കൊണ്ടാണത് മിക്സ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ആവശ്യാനുസരണം എടുക്കാം. നമുക്ക് ഫേസിന് കവറേജിന് ആവശ്യമുള്ള അത്രയും അരിപ്പൊടി എടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് റൈസ് ഫ്ലവർ, അരിപ്പൊടി. കുറച്ച് അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൗഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്ത് അതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ആവശ്യാനുസരണം ഇതുപോലെ ഉപയോഗിക്കാം. വറുത്ത പൊടിയല്ലല്ലോ, പച്ചപ്പൊടിയല്ലേ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇത് ഞാനിപ്പോൾ റൈസ് വാട്ടറാണ് ഒഴിച്ചത്. നമ്മുടെ കഞ്ഞിവെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടലി ഒരു റൈസ്, ഇതിൻ്റെ കംപ്ലീറ്റ് റൈസ് വാട്ടർ ആൻഡ് റൈസ് ഫ്ലവർ. അരിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. ഭയങ്കര വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ള കാര്യമാണ് റൈസ് ഫ്ലവർ.
ഞാൻ മിക്കവാറും എല്ലാ പാക്കിലും ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി ഒന്നുമില്ല, ജസ്റ്റ് അപ്ലൈ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി മാറ്റണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് നമ്മുടെ പാക്ക്. നല്ല തിക്കായിട്ടൊരു പാക്കായിട്ട് ഇടാം. കംപ്ലീറ്റ് റൈസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതൊന്ന് ഉണങ്ങിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് വെള്ളത്തിൽ നമ്മളിത് തുടച്ചെടുക്കും. ഓക്കെ, നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആകും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മോയ്സ്ചറൈസിങ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എ വെരി സിമ്പിൾ കൊറിയൻ ഫേഷ്യൽ. നമ്മുടെ തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 100% കൊറിയൻ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കൊറിയൻ സ്റ്റൈൽ ഓഫ് ഫേഷ്യലാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഉണങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഉണങ്ങി. കുറച്ച് 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 അങ്ങനെ ഫുള്ള് ഭയങ്കര ഡ്രൈ ആയി വലിഞ്ഞു പോകുന്ന അത്ര ആകണ്ട. അതിന് മുമ്പ് നമുക്ക് വാഷ് ചെയ്യാം. എന്തായാലും വാഷ് ബേസിന് പോയി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സാരമില്ല, ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കോളൂ, ക്ലിയർ ആയി വരുന്നു. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നോക്കി, നല്ല മാറ്റമില്ലേ? ഭയങ്കരമായ മാറ്റം. നല്ല ഫ്രഷ് ലുക്ക് വന്നില്ലേ എനിക്ക്? നല്ലതായിട്ട് എന്താ പറയുക, നല്ലൊരു ബ്രൈറ്റ് ഗ്ലോയി സ്കിന്നായി മാറിയത് കണ്ടോ? അതെ, ഓക്കെ. കൊറിയൻ സ്കിന്നിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് മാറിയിരിക്കുന്നു. അയ്യോ, നല്ലൊരു ഗ്ലാസ് ഫിനിഷ് വന്നു. കാണാമല്ലോ അല്ലേ? നല്ലൊരു ഗ്ലാസ് ഫിനിഷ്, നല്ലൊരു തിളക്കം തോന്നില്ലേ? ആ ഒരു എന്താ പറയുക, ബ്രൈറ്റൻഡ് ആയിട്ട് എനിക്കങ്ങനെ തോന്നുന്നത്. നല്ലൊരു ഗ്ലോയി ഗ്ലാസ് ഫിനിഷ് പോലെ ഒരു തിളക്കം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് എന്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണിത്. കൊറിയൻ ഫേഷ്യൽ, ഇൻസ്റ്റൻറ്റ് സിമ്പിൾ കൊറിയൻ ഫേഷ്യൽ. ഇതൊരു ഇലാബറേറ്റ് മെത്തേഡൊന്നുമല്ല, ഏറ്റവും സിമ്പിൾ വേയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു കൊറിയൻ ഫേഷ്യലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത്. ഇത് നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും ചെയ്യാം, എവറി ഡേ. ഇതൊരു എവറി ഡേ ഫേഷ്യലായിട്ട് യൂസ് ചെയ്യാം. നല്ലതല്ലേ? നമ്മുടെ വീട്ടിൽ എപ്പോഴും കഞ്ഞിവെള്ളം ഉണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും കുറച്ചുകൂടി റിസൾട്ട് കിട്ടും നമ്മൾ ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളം, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. തലേദിവസം ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം പുറത്ത് തന്നെ വെച്ചേക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കരുത്, പുളിക്കാനായിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഭയങ്കര റിസൾട്ടായിരിക്കും. ഇത് അത്യാവശ്യം കുറച്ചൊരു ഫെർമെൻറ്റേഷൻ കഴിഞ്ഞതാണ്, രാവിലത്തത് രാത്രി എടുത്തതുകൊണ്ട്. പക്ഷേ പിറ്റേ ദിവസമാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നല്ലൊരു തിളക്കം തോന്നില്ലേ? ഗ്ലാസ് ഫിനിഷ് പോലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കൊറിയൻ ഗ്ലാസ് ഫിനിഷ് സ്കിന്നായിട്ട് മാറും. എല്ലാ ദിവസവും ചെയ്താൽ ആലോചിച്ച് നോക്കും, ഇത് ഭയങ്കര വ്യത്യാസമായിരിക്കും നമ്മുടെ സ്കിന്നിന്. നല്ല ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നായിരിക്കും. ഒരു റിങ്കിൾസും വരില്ല, ഒരു ചുളുക്ക് ഒന്നും വരില്ല. പിന്നെ എന്താ പറയുക, ടാൻ ഒന്നും ഉണ്ടാവില്ല. എന്ത് ടാൻ ഉണ്ടെങ്കിലും അത് മാറും. പിന്നെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും, നിറം കൂടും, നല്ല ക്ലിയർ ആവും സ്കിന്ന്. നമ്മുടെ പോസൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. സിമ്പിൾ കാര്യമാണ്. ഇനി ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകട്ടെ. ഇത് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പകൽ പുറത്ത് പോയിരുന്നു, കുറച്ച് വെയിലൊക്കെ മുഖത്തും ദേഹത്തൊക്കെ ആയിരുന്നു, കുറച്ച് ടാൻഡുമായിരുന്നു. അതെല്ലാം മാറി. അതെ, ആഹാ, കൂൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് മാത്രമല്ലല്ലോ അല്ലേ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഇത് ജസ്റ്റ് മോയ്സ്ചറൈസർ ഒന്ന് പുരട്ടും. ഇപ്പോൾ ടോണർ വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടി വേണമെങ്കിൽ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ടോണേഴ്സ് ഉണ്ടല്ലോ, നല്ല തണുത്ത രീതിയിൽ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് ടോണേഴ്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസ് ആകാം. അപ്പോൾ ഇതേതെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് മിസ്റ്റ് പോലെ ഇങ്ങനെ അടിച്ചാലും മതി. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ. ഇപ്പോൾ മോയ്സ്ചറൈസറായിട്ട് ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ മോയ്സ്ചറൈസർ പോലും ആവശ്യമില്ല, കാര്യം അത്രയ്ക്ക് നല്ലൊരു ഗ്ലാസ് ഫിനിഷിലിരിക്കുവാണ്. അപ്പം ഒട്ടും തന്നെ ഡ്രൈ അല്ല, ഭയങ്കര ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നാണ്. എങ്കിലും ഞാനിപ്പോൾ
ഹോഹോബ ഓയിലാണ്. ഒരു ഡ്രോപ്പ് അത്ര മതി, 2 ഡ്രോപ്പ്, ഓക്കെ, 2 ഡ്രോപ്സ് കയ്യിലെടുക്കുന്നു. ഇതൊന്നും സത്യം പറഞ്ഞ മോയ്സ്ചറൈസിങ്ങിൻ്റെ ആവശ്യമില്ലയെന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയാൻ തോന്നുന്നു. കാര്യം ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഗ്ലാസ് സ്കിൻ ഫിനിഷിലാണ് ഇരിക്കുന്നത് നമ്മുടെ മുഖമൊക്കെ. അപ്പോൾ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ മോയ്സ്ചറൈസറിൻ്റെ പോലും ആവശ്യമില്ല. അത്രയ്ക്കൊരു തിളക്കമുള്ള മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്കിന്നായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, പുറത്ത് പോവുകയാണെങ്കിൽ മോയ്സ്ചറൈസർ ഇടുക, അതുകഴിഞ്ഞ് സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, അപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് ഈസി വേ ഓഫ് ഫേഷ്യലാണ്, ഡെയിലി ഫേഷ്യൽ, നമ്മുടെ കൊറിയൻ സിമ്പിൾ ഈസി ഫേഷ്യൽ. അപ്പോൾ ചെയ്ത് നോക്കുക, ഭയങ്കര നല്ല റിസൾട്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കാണുന്നുണ്ടല്ലോ ഫേസിനുണ്ടായ മാറ്റവും ഒക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി സീക്രറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്ത് എല്ലാ ദിവസവും ചെയ്താലും ഭയങ്കര ഇഫക്റ്റീവായിരിക്കും. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും എനിക്ക് തരണം, അധികം താമസിക്കാതെ തന്നെ തരണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.